യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ഒരു പുതിയ ദിവസം നേരുന്നു. ദൈവാനുഗ്രഹം നിറഞ്ഞ ഈ ദിവസത്തിലേക്ക് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും നമുക്ക് പ്രവേശിക്കുകയും ഈ ദിനം കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനായിട്ട്, കർത്താവിൻ്റെ കരുണ നമ്മുടെ മേലുണ്ടാകുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ദൈവവചനമാണ്. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി. എന്നാൽ ഭൂമിയിലുള്ള സകലത്തിൻ്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തൻ്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും തൻ്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. ദൈവം നമ്മളെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ദൈവം ഓരോ മനുഷ്യനെയും ദൈവത്തെ പോലെ തന്നെ സൃഷ്ടിച്ചു. ദൈവത്തിന് എന്തെല്ലാം ശക്തിയുണ്ടോ ആ ശക്തികളെല്ലാം മനുഷ്യരിലേക്കും ദൈവം പകർന്നു കൊടുത്തു. അവനെ സൃഷ്ടിക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചത് വെറും മണ്ണുകൊണ്ട് തന്നെയാണ്. ആ മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യന് ഒരു കാലാവധിയും തീരുമാനിച്ച് ആ മണ്ണിലേക്ക് തന്നെ തിരിച്ചയക്കുകയും ചെയ്യുന്നു. താൻ സൃഷ്ടിച്ച എല്ലാ മക്കൾക്കും ഈ ഭൂമിയിലുള്ള എല്ലാത്തിൻ്റെയും മേലുള്ള അധികാരവും ദൈവം നൽകി. നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ എത്ര വിലപ്പെട്ടവരാണ് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും തൻ്റെ കണ്ണ് തുറന്ന് കാണേണ്ട ഒന്നുണ്ട്. ഓരോ വ്യക്തിക്കും ദൈവം ഈ ഭൂമിയിലുള്ള എല്ലാറ്റിൻ്റെയും മേലുള്ള അധികാരം നൽകിയിട്ടുണ്ട്. ദൈവത്തിന് എന്തെല്ലാം ശക്തിയുണ്ടോ ആ ശക്തി നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നമ്മൾ തന്നെ ദൈവമാണ്. കാരണം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ അതേ രൂപത്തിലും ഛായയിലും ആണ്. അവൻ്റെ സാദൃശ്യത്തിൽ തന്നെയാണ് നമ്മൾ നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള നമ്മൾ എന്തിനു വേണ്ടിയാണ് വിലപിക്കുന്നത്? നിങ്ങൾ ആഗ്രഹിച്ചാൽ എന്തും നിങ്ങൾക്ക് കിട്ടും. തന്നെ സൃഷ്ടിച്ച തൻ്റെ സൃഷ്ടാവായ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ഈ ദൈവവചനം നമുക്ക് ആമേൻ 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 ചൊല്ലി സ്വീകരിക്കാം. ഈ ദൈവവചനത്തിൻ്റെ ശക്തി ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ഇറങ്ങി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുക.
നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ ചേർത്ത് വയ്ക്കാം. അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ദൈവം അവരെ എല്ലാവരെയും ദൈവത്തിൻ്റേതാക്കി മാറ്റി ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ എല്ലാവർക്കും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.